ഡ്രീം മീഡിയയുടെ 100ാമത് എപ്പിസോഡിലേക്ക് സ്വാഗതം. ആസാദ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ചെയർമാനും പ്രിൻസിപ്പളുമായ BR അജിത് സാറാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം സർ. സർ, ആസാദി അതാണല്ലോ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര്. ഇത് സ്റ്റാർട്ട് ചെയ്യാൻ സാറിനുണ്ടായ ഇൻസ്പിറേഷൻ എന്തായിരുന്നു? എത്ര നാളായി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്? ഞാൻ ബേസിക്കലി ആർക്കിടെക്റ്റാണ്. ഞാൻ ആർക്കിടെക്ചർ പാസ്സായി 1978 തിരിച്ച് ഞാൻ പഠിച്ച് പാസ്സായി എറണാകുളത്ത് വന്നു. ഞാൻ പഠിക്കുമ്പോൾ തന്നെ തോന്നിയിരുന്നു എനിക്ക് ആർക്കിടെക്ചർ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട രീതി ഇങ്ങനെയല്ല എന്ന് തോന്നിയിരുന്നു. ഇതെല്ലാം കൂടെ ഒരുമിച്ച് തലയിൽ കയറ്റേണ്ടതല്ല. ആർക്കിടെക്ചർ ഏറ്റവും പ്രധാനം വേണ്ടത് നമുക്ക് അവർക്കുള്ള ഇൻസ്പിറേഷൻ ഉണ്ടാക്കുക എന്നാണ് പഠിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞാനിത് തുടങ്ങിയ 2013. ഇത് 12-13 കൊല്ലത്തിലേക്ക് നമ്മളിപ്പോൾ കറക്കാം. 13 വർഷമായല്ലേ സാർ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട്? അപ്പോൾ നമുക്ക് ഈ മേഖലയിൽ ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് എന്താണ് സ്പെഷ്യലായിട്ട്, നമുക്ക് സ്പെഷ്യാലിറ്റി എന്താണ് നമ്മുടെ ഈ ആസാദി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ? എൻ്റെ കെട്ടിടം പണിയോടുള്ള എൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ അത് എൻവയോൺമെൻറ്റുമായിട്ട് ചേർന്ന് പോകാമെന്നുള്ള ഒരു ഗ്രീൻ ബിൽഡിംഗ് കോൺസെപ്റ്റ്. അപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ഗ്രീൻ ബിൽഡിങ്ങിൻ്റെ നാഷണൽ ഗവേണിംഗ് കൗൺസിൽ മെമ്പറാണ്. ഇന്ത്യൻ ഗ്രീൻ ബിൽഡിംഗ് കൗൺസിലിൽ കേരളത്തിൻ്റെ 10 കൊല്ലം എൻ്റെ ചെയർമാനായിരുന്നു. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വെച്ചാൽ, അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ ഈ പറയുന്ന എൻവയോൺമെൻറ്റുമായിട്ട് ചേർന്ന് എങ്ങനെ ബിൽഡിങ്സ് പണിയാമെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പ്രത്യേക സ്റ്റഡി ഇവിടെ കൊടുക്കുന്നുണ്ട്. അതാണ് പ്രത്യേകത മറ്റു കോളേജിൽ സംസാരിച്ചത്. പിന്നെ രണ്ടാം സംഗതി വന്നിട്ട് ഞാൻ തുടങ്ങുമ്പോൾ തൊട്ട് എൻ്റെ ടീച്ചേഴ്സിനെ പറഞ്ഞിട്ടുണ്ട്, വി ഷുഡ് നോട്ട് ഗീവ് ഹോർട്ടിക്കോളേഴ്സ് ഒരു എന്താ പറയുക ഒരു പഠിപ്പിക്കലല്ല വേണ്ടത്, ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. പഠിപ്പിച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുകയാണെങ്കിൽ എൻ്റെ കാഴ്ചപ്പാട് മാത്രമേ കുട്ടികൾക്ക് ഉണ്ടാവുള്ളൂ, മനസ്സിലായില്ല. അല്ല എനിക്കിപ്പോൾ ചില ടീച്ചേഴ്സ് എന്നുള്ള അവരൊക്കെ പഠിപ്പിക്കുന്ന അവർ കാഴ്ചപ്പാട് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരിക്കലും വരരുത്. അവർക്ക് എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയും. ആർക്കിടെക്ചർ സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയും. അതിനെ സ്കൂൾ എന്ന് പറയും. ഓരോ സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. അപ്പോൾ അതിപ്പോൾ വലിയ വലിയ ആർക്കിടെക്ട്സ് ഉണ്ട്, അവരൊക്കെ സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ പഠിക്കുമ്പോൾ ഞാൻ മദ്രാസിൽ പഠിക്കും, എൻ്റെ ഡയറക്ടറിൻ്റെ സ്കൂൾ ഓഫ് തോട്ടാണ് എല്ലാവരും മനസ്സിലാക്കിയിരുന്നത്. എത്രയോ കൊല്ലം എനിക്കെടുത്തു അതിൽ നിന്ന് മാറാനായിട്ട്. അങ്ങനെ വരരുത്. ഇവിടെ നിന്ന് പാസ്സാവുന്ന ഓരോ കുട്ടികളും അവരുടെ സ്വന്തമായിട്ട് സ്കൂൾ ഓഫ് തോട്ട് ഡെവലപ്പ് ചെയ്യണം. അതാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ സാർ, അപ്പം നമുക്ക് ഏതായിരുന്നു BR ആൻഡ് MR ഇപ്പോൾ തുടങ്ങിയുള്ളൂ, കഴിഞ്ഞ വർഷം തുടങ്ങി അല്ലേ? അപ്പം ഇതൊക്കെയാണ് സാറിൻ്റെ പ്രോഗ്രാംസ്. MR കഴിഞ്ഞാലും തുടങ്ങിയുള്ളൂ. ഞങ്ങൾ MR പലതും MR അർബൻ ഡിസൈൻ, MR എന്താ പറയുക, ഒരുപാട് MRs ഉണ്ട്. പക്ഷേ ആ MRs ഒക്കെ വളരെ വ്യത്യസ്തമാണ്. ഞങ്ങളുടെ MR അഡ്വാൻസ്ഡ് ആർക്കിടെക്ചർ. അത് ഇന്ത്യയിൽ 2 യൂണിവേഴ്സിറ്റിയിൽ മാത്രമേ MR അഡ്വാൻസ്ഡ് ആർക്കിടെക്ചർ ഉള്ളൂ, അല്ലാതെ വളരെ ഇപ്പോൾ ഇല്ല. അപ്പോൾ അതെന്താ വെച്ചാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ ആയിട്ടുള്ള പിന്നെ ആൽഗോറിതംസ് ഉണ്ട്, അഡ്വാൻസ് എന്താ പറയുക, പിന്നെ അതുപോലെ തന്നെ റൈനോ എന്നൊക്കെ പുതിയ തരമുണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്. അതൊക്കെ വളരെ അഡ്വാൻസ്ഡ്, ഹൈലി അഡ്വാൻസ്ഡ് ആണ്. ഇങ്ങനെ സോഫ്റ്റ്വെയറിൽ വെച്ച് പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് ഏറ്റവും പുതിയതായിട്ടുള്ള അറിവ് കിട്ടും. ആ അറിവ് അവരുടെ കെട്ടിടങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലുത്. ഇതൊരു AI ബേസ്ഡ് ആണ്. ഞങ്ങളുടെ ഈ പറഞ്ഞ MR എന്ന് പറയുന്നത് AI ബേസ്ഡ് ആണ്. അങ്ങനത്തെ ഞങ്ങൾ ഇന്ത്യയിൽ ആ 2 കോളേജിലുള്ളൂ. 10-100 സ്ഥലത്ത് MR ഉണ്ടാവും, പക്ഷേ 2 സ്ഥലത്ത് മാത്രമേ ഇന്ത്യയിൽ. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇൻ്റർനാഷണൽ ഇന്നലെ ഞങ്ങൾക്കൊരു ഇൻ്റർനാഷണൽ സൂം മീറ്റിംഗ് ഉണ്ടായിരുന്നു. യൂറോപ്പിലെ ഒരു രാജ്യത്തിലൊരു കോളേജുമായി ടൈപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യാണ്. അപ്പോൾ 2 സൂം മീറ്റിംഗ് ഉണ്ടായിരുന്നു. രാത്രി 1-2 മണിക്കൂർ ഉണ്ടായിരുന്നു സൂം മീറ്റിംഗ്, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ. സാർ, അപ്പോൾ ഇതിൻ്റെ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മൾ വലിയൊരു അഡ്വാൻറ്റേജ് ഉള്ളത്, ഇപ്പോൾ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ പഠിച്ചു, അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചു, അല്ലെങ്കിൽ പിന്നെ എന്തൊക്കെ ചെയ്താലും അതിനകത്തൊക്കെ എന്താ വെച്ചാൽ അവർ തുടങ്ങി പോയി വർക്ക് ചെയ്യണം. അതേസമയം ആർക്കിടെക്ചറിന് ഇപ്പം ഞാനടക്കം ഞാൻ ഓഫ്കോഴ്സ് കുറച്ച് മാസം വർക്ക് ചെയ്തു,
ഞാനടക്കം വേറെ വർക്കൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുപോലത്തെ ഒരു എഡ്യൂക്കേഷൻ ഞങ്ങൾ കൊടുക്കുന്നത്. ദാറ്റ് ഈസ് ഗോ സ്ട്രേറ്റ് ആൻഡ് സ്റ്റാർട്ട് വർക്ക് എന്നുള്ളതാണ് കോൺസെപ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ വി ഗീവ് ദം ലോട്ട് ഓഫ് ട്രെയിനിങ്. അത് കൂടാതെ ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഞങ്ങൾക്ക് ബോഡി കോളേജ് ഈ ഇൻസ്റ്റേക്ക് ദ കോളേജ് നമുക്ക് എന്താ പറയുക, വി ഹാവ് എ പിന്നെ എന്താ പറയുന്നത് ACD എന്ന് പറയും, ദാറ്റ് ഈസ് ആസാദി കൺസൾട്ടൻസി ഡിവിഷൻ. അപ്പോൾ അവിടെയൊക്കെ ഈ കുട്ടികൾക്കൊന്ന് വർക്ക് ചെയ്യാം. അപ്പോൾ അവരൊന്ന് പഠിച്ച് പാസ്സാകുമ്പോൾ തന്നെ അവർ റെഡി ടു മീറ്റ് ദ ചലഞ്ച് ആൻഡ് സ്റ്റഡി സ്റ്റാർട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും തരാം. ലോട്ട് ഓഫ് ആർക്കിടെക്ട്സ് കമ്പനീസ് എറണാകുളത്തിന് ഇഷ്ടം പോലെ ഉണ്ട്, കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്, ഇന്ത്യയിൽ ഇഷ്ടം പോലെ ഉണ്ട്, ഇന്ത്യക്ക് പുറത്തുണ്ട്. ഇപ്പോൾ ഒരു പക്ഷേ ഞങ്ങളുടെ കോളേജിൽ നിന്ന് വരുന്നതിലൊരു 50% കുട്ടികളും ഇവിടെ വർക്ക് തുടങ്ങിയിട്ടില്ലെങ്കിൽ അവരെല്ലാം വെളിയിൽ പോകണം, ഇന്ത്യക്ക് പുറത്ത് പോകണം. നല്ല ഇതാണ്. അപ്പോൾ എനിക്കൊക്കെ ഞാൻ അവരുടെ നിന്നൊക്കെ ഫീഡ്ബാക്ക് ഇട്ട് ഞങ്ങളുടെ സ്റ്റുഡൻസ് വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു എന്നാണ് അറിയുന്നത്. അതെ, അപ്പം നമ്മളിപ്പം സ്റ്റുഡൻസ് ഇവിടെ നമ്മുടെ ഓൾ കേരളയിലെ കുട്ടികളെല്ലാം പുറത്ത് പോയിട്ട് വിദ്യാഭ്യാസം ചെയ്യാണ് ഇപ്പം ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ളൊരു ഫേം ഉള്ളപ്പം, ഇങ്ങനെയുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളപ്പം കുട്ടികൾ ഇവിടെ തന്നെ പഠിച്ച് ഇവിടെ തന്നെ പ്ലേസ്മെൻറ്റ് ചെയ്യുമ്പം അത് വളരെ ഒരു ഇത് വലിയൊരു ഈ അടുത്ത കാലത്ത് വന്നൊരു പുതിയൊരു ട്രെൻഡാണ്. ആ ട്രെൻഡ് എന്ന് വെച്ചാൽ ഇന്ത്യക്ക് പുറത്ത് പഠിക്കുകയാണെങ്കിൽ നല്ലതാണെന്നൊരു ഫീലിംഗ് ഉണ്ട്. അത് തെറ്റാണ്. എന്ന് വെച്ചാൽ അവിടെ പഠിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഞങ്ങൾ അഡ്വാൻസ്ഡ് ആർക്കിടെക്ചർ പഠിച്ചില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പഠിച്ച് പഠിപ്പിക്കുന്നില്ല. ഒരു കൊല്ലം ഒരു സെമിസ്റ്റർ MRക്ക് 25 ലക്ഷം രൂപയാണ് വെളിയിൽ പഠിക്കണമെങ്കിൽ. അപ്പോൾ ദാറ്റ് മീൻസ് ഒരു 2 കോടി അല്ല 1 കോടി രൂപയാണ് അവർക്ക്. ഒന്നല്ല 2 കോടി രൂപ വരും അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. എന്നാലോ എല്ലാ റിസ്ക്കുമാണ്. ഇപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച കണ്ടില്ലേ 2 കുട്ടികളുടെ മരിച്ചു റഷ്യയിൽ, കണ്ടില്ലേ. അതുപോലെ എല്ലായിടത്തും വലിയ റിസ്ക്കാണ്. അമേരിക്കയിലായാലും ശരി, യൂറോപ്പിലായാലും ശരി, എസ്പെഷ്യലി UK ശരി. UK they don't want Indians, but somebody wants them. ആരാണ്? ഈ കോളേജ് അവർക്ക് നടക്കണ്ടേ, അവർക്ക് ഈ കോളേജിലാണ്. അത് മാത്രമല്ല അവിടെ പോയി പഠിക്കുന്ന 80 to 90% കോളേജസും നോട്ട് ഇവൻ 500, നോട്ട് ഇവൻ 1000 റാങ്കിൽ വരുന്നില്ല എന്നുള്ളതാണ് വേൾഡ് വൈഡ്. അതൊക്കെയാണ്. പക്ഷേ ഇവർക്ക് എന്താ, കുട്ടികൾക്ക് വെളിയിൽ പോയി പഠിക്കണം, പാരൻസിന് എൻ്റെ മക്കളെ വെളിയിൽ അയച്ചു എന്നൊരു ഫീലിംഗ് വെച്ചണം. കോടിക്കണക്കിന് രൂപ ചിലവാക്കിയാണ്. എന്നാലും ഗുണമില്ല. എന്നാലും ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉള്ളത് റിസ്ക്കാണ്. ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ യൂറോപ്പിലും അമേരിക്കയിലും കാനഡയിലൊക്കെ നമുക്കറിയാവുന്നതാണ്. അവരെയൊക്കെ ആർക്കും വേണ്ട. അവർക്ക് അടി കൊടുക്കുന്നു, അവർക്ക് അടി കിട്ടുന്നു, അവരെ പ്രശ്നങ്ങളുണ്ടാവുന്നില്ലേ. ഇതൊക്കെയാണ് പ്രോബ്ലം. ഒട്ടും സേഫല്ല. അപ്പോൾ സാർ ഫാമിലിയൊക്കെ എങ്ങനെയാണ് സാറിൻ്റെ ഇതുമായിട്ട്? എനിക്കൊരു മോളാണ്, അമ്മു, ആൻഡ് മൈ സൺ-ഇൻ-ലോ ഈസ് സന്തോഷ്. ആൻഡ് പ്രത്യേകിച്ച് അമ്മു ഈസ് ഇൻവോൾവ് ഇൻ ദിസ് കോളേജ് ആസ് എ CEO. അത് കൂടാതെ എൻ്റെ സൺ-ഇൻ-ലോ, ഗ്രാൻഡ് സൺ വന്നിട്ട് അല്ല സൺ-ഇൻ-ലോ ഈസ് ഇൻവോൾവ് ഇൻ ടു വേരിയസ് അതർ ബിസിനസ്സസ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മുടെ ദിവാൻസ് റോഡിൽ ദേ ആർ റണ്ണിങ് ഒരു കാറ്റിൽ ഫാം, ഡയറി ഉണ്ട്. എന്തായിരുന്നു സാർ പേര്? ഡയറി വൃന്ദാവൻ. ഓക്കെ. ഇത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നത് വൈറ്റ്ലയിൽ സിൽവർ സാൻഡ് ഐലൻഡിലാണ്. അപ്പം ഇങ്ങനൊരു സ്ഥലം സാറ് തിരഞ്ഞെടുക്കാനും എന്തുകൊണ്ടാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഞാൻ ഇതുവരെയും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കൂടുതൽ അഡ്വർടൈസ്മെൻറ്റോ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. സാധാരണ എല്ലാവരും നല്ലതായിട്ട് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കൊടുക്കാറുണ്ട്, പക്ഷേ ഈ ഇൻസ്റ്റിറ്റ്യൂഷന് അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ എന്താണ് സാറ് അത് എങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് കൂടുതൽ എത്തുന്നത്? കഴിഞ്ഞ ഈ 12 വർഷത്തിൽ വെളിയിലെ കുട്ടികൾ ഇറങ്ങിയിട്ടിപ്പോൾ 7 വർഷം, 5 വർഷം കഴിയുമ്പോഴാണ് പാസ്സായിക്കളി. 7 വർഷത്തിൽ എല്ലാ കൊല്ലവും നമുക്ക് ഫസ്റ്റ് റാങ്ക് തൊട്ട് താഴോട്ട് 3rd or 4th or 10th റാങ്കോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താ ഞാൻ പറയുന്നത് വെച്ചാൽ, അപ്പോൾ ഇങ്ങനെ റാങ്ക് കിട്ടുന്ന സ്റ്റുഡൻസ് പഠിക്കുന്ന സ്കൂളാണ്. അപ്പോൾ അതിന് നല്ല പേരുണ്ടെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് there's a lot of response for this. അപ്പോൾ നമ്മുടെ ഈ സ്കൂള് കോളേജ് എന്ന് പറഞ്ഞാൽ കൊച്ചിയിലെ ഏറ്റവും സെൻട്രൽ ലൊക്കേറ്റഡ് ആർക്കിടെക്ചർ കോളേജാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും സെൻട്രൽ ലൊക്കേറ്റഡ് ആർക്കിടെക്ചർ കോളേജാണ്. മറ്റേ ആർക്കിടെക്ചർ കോളേജൊക്കെ സെൻസറി സെൻറ്ററല്ല, ദൂരെ മാറിയിട്ടാണ്. രണ്ടാമത്തെ സംഗതി വന്നിട്ട് ഈ ഐലൻഡ് ഞാൻ ഡെവലപ്പ് ചെയ്തത്. ഈ സിൽവർ സാൻഡ് ഐലൻഡ് എന്ന് പറയുന്ന പ്രോജക്റ്റ് 1979 ഞാൻ തുടങ്ങിയ പ്രോജക്റ്റാണ്. അന്ന് ഞാൻ പാസ്സായി വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പെട്ടെന്ന് ഇങ്ങനെ ആരോ പറഞ്ഞത് ഞാൻ വരുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ഒരു പ്രത്യേക ഒരു എൻവയറമെൻ്റാന്ന് പറഞ്ഞത്, ഇവിടെ ഒരു ബ്ലേഡ് ഗ്രാസും കൂടി ഇല്ല. ഈ വച്ച മരങ്ങളൊക്കെ ഞാൻ വെച്ച മരങ്ങളാണ്. ഒരു 2000 മരങ്ങളോട് നമ്മളോട് നട്ടിട്ടുണ്ട്. നട്ടുമെന്ന് മാത്രമല്ല, ഇതിനെ നമ്മൾ പരിപാലിച്ച് വളർത്തിയിട്ടുണ്ട്, അതിനുള്ള ആവശ്യം കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഈ എൻവയറമെൻറ്റ് ചേർന്നുള്ള ഒരു സമീപനമാണ് നമുക്കുള്ളത്.
അതുകൊണ്ടാണ് കാര്യം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ ദറ്റ് ഈസ് വാട്ട് ഈസ് വി ആർ ട്രൈ ടു ഡു ഹിയർ. ഓക്കെ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്തുകൊണ്ട് നമുക്കിവിടെ ആർക്കിടെക്ചർ കോളേജും കൂടെ ആയിക്കൂടാ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ആർക്കിടെക്ചർ കോളേജ് നിൽക്കാൻ നിശ്ചയിച്ചത്. അത് 13 കൊല്ലത്തിന്. അപ്പോൾ ഇതൊരു ബിൽഡിംഗ് ഓൾറെഡി ഉണ്ടായിരുന്നു. ഇതൊരു 10-30 കൊല്ലം പഴക്കമുള്ള കെട്ടിടമാണ്. ഈ കെട്ടിടത്തിൽ ഞങ്ങളൊരു ഒരു കോളേജ് അല്ല ഒരു ഹോട്ടൽ തുടങ്ങാൻ തുടങ്ങിയാണ്. പിന്നെ അത് വേണ്ടാന്ന് വെച്ചിട്ട് അവിടെയാണ് ഞങ്ങൾ കോളേജ്. ഓക്കെ. ഇപ്പം കോളേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് 13ാമത്തെ കൊല്ലം, 13ാമത്തെ വർഷം. ഓക്കെ സാർ. ഇവിടെ നമ്മുടെ ഈ ബിൽഡിംഗ് തന്നെ നോക്കിയാൽ കാണാം, ഇതൊരു വലിയ ഗ്ലാസും ഇതൊക്കെ ഒരു മോഡേൺ ടൈപ്പ് ബിൽഡിംഗ് അല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു കോളേജിന് വേണ്ടിയല്ല, ഹോട്ടലിന് വേണ്ടി ഉണ്ടാക്കിയ ബിൽഡിംഗ് കൺവേർട്ട് ചെയ്ത്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് ഇത് ചെയ്തു. അപ്പോഴും ഇപ്പോഴും പിന്നെ ഒരിക്കലും ഒരു കംപ്ലീറ്റ് ഗ്ലാസും ഇതുമായിട്ടൊരു ടൈപ്പ് അല്ല. ഇതൊരു എന്താ പറയുക, ഒരു പീരിയഡ് ടൈപ്പ് ഓഫ് ബിൽഡിംഗ് ആണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ വന്നപ്പോൾ കണ്ടു കാണും ഫ്രണ്ടിലൊരു കൂത്തമ്പലം. ഈ കൂത്തമ്പലം 150 കൊല്ലം പഴക്കമുള്ള സ്ഥലമാണ്. ഇത് എൻ്റെ അടുത്ത് ആരോ പറഞ്ഞു, ഇത് മാവേലിക്കര ആരോ ഒരു ആശ്രമത്തിൽ പഴയ ആശ്രമം വിൽക്കാനിരിക്കുകയാണ്. ഞാൻ ഓടി എത്തിയപ്പോഴത്തേക്ക് അവിടെ ഓൾറെഡി ഒരാൾ വാങ്ങിച്ചു വരും. അത് പൊളിച്ചിട്ട് ഇതിനുള്ള ടീക്വുഡ് റോസ് വുഡൊക്കെ എത്രയോ ലക്ഷക്കണക്കിന് വില വരും. അപ്പം ഞാൻ അയാൾക്ക് അയാൾ വാങ്ങിച്ച പൈസയ്ക്ക് കൂടുതൽ കൊടുത്തിട്ട് അയാളുടെ നിന്ന് വാങ്ങിച്ചിട്ട് പിന്നെ അന്ന് തൊട്ട് ഞാൻ അവിടെ ആളെ നിർത്തിയിട്ട് കംപ്ലീറ്റ് ഈ പറയുന്ന ഇതിനകത്തുള്ള ഓരോ ഭാഗവും അതിൻ്റെ ഓരോ എന്താ പറയുക പിന്നെ ഇതൊക്കെ എടുത്തപ്പോൾ നമ്മൾ സൂക്ഷിച്ചെടുത്താണ്. അങ്ങനെ ഓരോന്ന് നമ്മൾ നമ്പർ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇത്രയും കഴിക്കോലൊക്കെ ആ ഈ പഴയ കേരള കേരള കൺസ്ട്രക്ഷൻ പ്രൊഫഷൻ എന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് ഇവിടെ ഇരിക്കേണ്ട കോൽ ഇപ്പുറത്ത് വെച്ചാൽ പോവില്ല. അതിനകത്ത് തന്നെ കൃത്യം കൊള്ളാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഓരോന്നും നമ്പർ ചെയ്ത് കഴിക്കോലും ഇതൊക്കെ നമ്പർ ചെയ്താണ് എടുത്തുള്ളത്. ഇത് എടുത്തു കഴിഞ്ഞുകൂടാകുമ്പോൾ 2-2.5 കൊല്ലമായി എടുത്തു ഇതെടുക്കാനായിട്ട്. എന്നുവെച്ചാൽ ഈ രാമേശ്വരത്തെ ക്ഷൗരം പോലെയാണ്. ഇത് പണിക്കാർ വളരെ കുറവുള്ളൂ. അപ്പോൾ എന്ത് പറ്റും, ഒരിടത്തിൽ നിന്ന് നമ്മളെ പണിതുകൊണ്ടിരിക്കുമ്പോൾ പാതി വരുമ്പോഴത്തേക്ക് അത് കണ്ണു വീഴുന്ന അയാൾക്ക് പോകും, അത് തിരിച്ചു വരും. അപ്പോൾ അതുകൊണ്ട് വളരെ ടൈം എടുത്തു, വളരെ ശ്രദ്ധയോടെ ചെയ്താണ് ഇത്. ഒരുപാട് അപ്പാർട്ട്മെൻറ്റ് ഞങ്ങളുടെ പ്രോഗ്രാംസ് കൂടാതെ ഞങ്ങൾ വി ഓൾസോ ഹാവ് വോട്ടിക്കോളേഴ്സ്. ഇത് കൂടാതെ നമ്മുടെ ഒരുപാട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരുപാട് സിംഗേഴ്സ്, നാഷണൽ ലെവൽ സിംഗേഴ്സൊക്കെ വന്നു. ഇപ്പോൾ സാറിൻ്റെ പ്രോജക്റ്റ് ഓൾ ഇന്ത്യ ലെവലിൽ ഏതൊക്കെയാണ് നടക്കുന്നത്? ഇപ്പോൾ സാറിന് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഒരുപാട് പ്രോജക്റ്റ് സാർ ചെയ്തിട്ടുണ്ടല്ലോ, അതിലേറ്റവും ഇഷ്ടപ്പെട്ട എന്നുള്ള രീതിയിലുള്ള പ്രോജക്റ്റ് ഉണ്ടാവുമല്ലോ, അതേതായിരിക്കും? നോർത്ത് ഇന്ത്യയിലേക്ക് പോയിട്ടില്ല. സൗത്ത് ഇന്ത്യയിൽ ഹൈദരാബാദ്, ബാംഗ്ലൂർ, കർണാടക, ഗുൽബർഗ കളക്ടറേറ്റ് ഞങ്ങൾ ചെയ്താണ്. ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഏറ്റവും നല്ല പ്രോജക്റ്റ് വന്നത് സീഡാക് കേട്ടിട്ടുണ്ടോ? സീഡാക് എന്ന് വെച്ചാൽ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടിംഗ്. ഓക്കെ. അവരുടെ ട്രിവാൻഡ്രം പ്രോജക്റ്റ് ഞങ്ങളെ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഹൈദരാബാദ് പ്രോജക്റ്റും പിന്നെ നമ്മളെ ഏൽപ്പിച്ചു. അതിൽ ഹൈദരാബാദ് പ്രത്യേകിച്ച് സീഡാക് ട്രിവാൻഡ്രം വന്നിട്ട് വളരെ പിന്നെ എനർജി എഫിഷ്യൻ ബിൽഡിംഗ് ആണ്. കേരളത്തിലെ ആദ്യത്തെ എനർജി എഫിഷ്യൻസിക്കുള്ള ബിൽഡിങ്ങിൻ്റെ അവാർഡ് നമുക്ക് ആ പ്രോജക്റ്റിന് കിട്ടിയിരിക്കുന്നത്. ഇതിനകത്തിന് ഗുൽബർഗ ഒരു വ്യത്യസ്ത സ്റ്റൈലാണത്. ഈ പറയുന്ന മോഡേൺ ടൈപ്പ് ഒന്നുമല്ല, ഒരു സാധാരണ ഒരു കാണിച്ച ട്രഡീഷണൽ ടൈപ്പ് ഓഫ് ബിൽഡിംഗ് ആണ്. അത് വലിയ ബിൽഡിംഗ്, ഹ്യൂജ് ബിൽഡിംഗ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ പിന്നെ വേറെ ഇപ്പോൾ ഇടയ്ക്ക് BJPയുടെ കേരള ഹെഡ് ക്വാർട്ടേഴ്സ് ഞാൻ ഡിസൈൻ ചെയ്തത്. അതാണ് അമിത് ഷാ വന്ന് ഉദ്ഘാടനം ചെയ്തത്. വളരെ ട്രിവാൻഡ്രം ഹെഡ് ക്വാർട്ടർ കേരള ചെയ്തിരുന്നു. പിന്നെ നമ്മളിങ്ങനെ പലയിടത്തായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും സാറിന് ഏതെങ്കിലും ഒരു പ്രത്യേകം ഒരു പ്രൊജക്ടിനോട് കൂടുതലൊരു ചെയ്തിട്ടുള്ള നന്നായിട്ടൊരു സീഡാക് ട്രിവാൻഡ്രം, പിന്നെ അതുപോലെ തന്നെ ഗുൽബർഗയിലെ കളക്ടറേറ്റ്, പിന്നെ അതുപോലെ തന്നെ ഞാൻ റീസെൻ്റ് കംപ്ലീറ്റ് ചെയ്ത പിന്നെ ഇവിടുത്തെ കംപ്ലീറ്റ് ചെയ്ത BJP ഹെഡ് ക്വാർട്ടേഴ്സ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളിവിടുത്തെ സ്മാർട്ട് സിറ്റിയുടെ ഒരു എക്സ്പീരിയൻസ് ബിൽഡിംഗ് ഞാൻ ഡിസൈൻ ചെയ്തതാണ്. ഇത് വളരെ വ്യത്യസ്തമാണ്. എന്നാൽ ഞങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റ് ഇൻക്ലൂഡിങ് നേരത്തെ പറഞ്ഞതുപോലെ സീഡാക്കായാലും ഇതെല്ലാം ഈ പ്രകൃതിയെ നോവിപ്പിക്കാതെ ചെയ്യാൻ പറയും. പ്രകൃതിയെ നോവിപ്പിക്കാതെ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സീഡാക് ട്രിവാൻഡ്രം അത് ടെക്നോ പാർക്കിലാണ്. അത് വന്ന് ഇങ്ങനെ താഴെ നടക്കുന്ന. അപ്പോൾ ക്ലയൻസിൻ്റെ അടുത്ത് ഒന്നില്ലാതെ മുഴുവൻ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ പറഞ്ഞോളം തൂണിട്ട് പൊക്കാം. ഞാൻ പറഞ്ഞതല്ല. അപ്പോൾ ഞാൻ ഓരോ 3-4 ഇങ്ങനെ ഒരേ ലെവൽ ആ ലെവലൊക്കെ ഉപയോഗിച്ചാണ് ഓൾറെഡി ഉള്ള ലാൻഡ്സ്കേപ്പ് തന്നെ. അപ്പോൾ ഇതിനെ പറ്റി അതിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ, അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മറ്റേ ടാറ്റയുടെ അവരുടെ ഓഫീസിരുന്ന്. പിന്നെ അപ്പോൾ
പെട്ടെന്ന് ഇത് പണി കഴിഞ്ഞ് ഒരു 4-5 മാസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു എർത്ത് ക്വേക്ക് വന്നപ്പോൾ ടാറ്റയിൽ നിന്ന് ആൾക്കാർക്ക് ചാടി വന്നു വെള്ളത്തിൽ. എന്നുവെച്ചാൽ അവർക്കൊക്കെ അവരുടെ കസേര വന്നു, അവരുടെ പിന്നെ ടേബിൾ ആദ്യം വന്നു, പിന്നെ പേപ്പറും പെൻസിലൊക്കെ താഴെ വീഴുന്നു. അപ്പോൾ എല്ലാം വെളിയിൽ വന്നു. ഇതിനകത്ത് ഇരുന്നുള്ളൊരു വൈകുന്നേരം കഴിഞ്ഞിട്ടാണ് അവർ അറിയുന്നത് തന്നെ ഇങ്ങനെ എർത്ത് ക്വേക്ക് ഉണ്ടാകുന്നത്. എന്നുവെച്ചാൽ നമ്മൾ പ്രകൃതി ആവശ്യമില്ലാതെ നമ്മൾ പരിക്കേൽക്കാതെ പോകാനൊക്കെ. സാർ ഇപ്പോൾ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഞാൻ അറിഞ്ഞിട്ടുള്ളത് സാറ് ഫാമിലി മെമ്പേഴ്സിനെ കൂടി ഇൻക്ലൂഡ് ചെയ്ത് അവരുടെ ഇഷ്ടങ്ങളും അഭിരുചികളും നോക്കിയിട്ടാണ് അത് ചെയ്യുന്നതെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. അതിനെപ്പറ്റി ഒന്ന് പറയാമോ സാർ? ഇത് പ്രത്യേകിച്ച് വീട് ചെയ്യുമ്പോൾ വീട്ടിൽ ഭാര്യ ഉണ്ടാവും, കുട്ടികളുണ്ടാവും, അപ്പൂപ്പനുണ്ടാവും, അമ്മൂമ്മയുണ്ടാവും, ഇങ്ങനെ അല്ലെങ്കിൽ മരുമക്കളുണ്ടാവും. എന്താ വെച്ചാൽ പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. കൊല്ലത്തൊരു പ്രോജക്റ്റ് വീഡിയോ ചെയ്തു, ഒരു അഡ്വക്കേറ്റ് വേണു എന്ന് പറഞ്ഞിട്ട്. അന്ന് അയാളുടെ മക്കളൊക്കെ എനിക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, കൊച്ചുമോനുണ്ട്, അയാൾക്കത്തെ 8 വയസ്സോ 10 വയസ്സും കൂടെ ഇല്ല. അപ്പോൾ അവർക്കൊക്കെ വന്നപ്പോൾ ആ കൊച്ചുമോൻ പറഞ്ഞു, എനിക്ക് ബാൽക്കണി വേണം, ഇങ്ങനെയാണ്, എനിക്ക് വെളിയിൽ നിൽക്കണം. അപ്പോൾ അങ്ങനെ ബാൽക്കണിയൊക്കെ അവരുടെ ആവശ്യമുള്ള അങ്ങനെ കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് ചെയ്തു. മോൾക്കുള്ള റൂമിന് ചില കാര്യങ്ങൾ പറഞ്ഞു, അതെല്ലാം അതിനെ ചെയ്തു. അപ്പോൾ അതുകൊണ്ടെന്ന് ഗുണമെന്ന് വെച്ചാൽ അവർക്കിപ്പോഴും ആ വീട് വലിയ ഇഷ്ടമാണ്. മനസ്സിലായി? രണ്ടാം സംഗതി വന്നിട്ട് വീട് പണിയുമ്പോൾ നമ്മുടെ ഇഷ്ടം പോലെയല്ല പണിയേണ്ടത്, ക്ലയൻസിൻ്റെ ഇഷ്ടം. ഫോർ എക്സാമ്പിൾ എൻ്റെ ഫസ്റ്റ് വീട് വന്ന് ഇവിടെയാണ്, നമ്മളെ ട്രിവാൻഡ്രത്ത്. നിങ്ങൾ കേട്ടാണ്, ഡോക്ടർ കൃഷ്ണൻ നായർ ക്യാൻസർ സെൻ്റർ, അദ്ദേഹത്തിൻ്റെ വീട് ഞാൻ ആദ്യത്തെ ഡിസൈൻ ചെയ്തു. അപ്പോൾ അദ്ദേഹം ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ 30ാമത്തെ ആനിവേഴ്സറി ഞങ്ങളുടെ കോളേജിൻ്റെ ഞങ്ങൾ അജിറ്റ് അസോസിയേറ്റ്സ് പുതിയ ഓഫീസിലേക്ക് മാറിയപ്പോൾ അന്ന് കൃഷ്ണനായരാണ് ഉദ്ഘാടനം ചെയ്തത്. അതുകൂടാതെ തന്നെ അന്ന് പ്രസംഗിച്ചതിൽ ഒരാൾ ഡോക്ടർ കൃഷ്ണൻ നായരാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ അന്ന് ഈ പണി എൻ്റെ ഫസ്റ്റ് വർക്കാണ്, 30 വർഷം കഴിഞ്ഞാണ്. ഈ 30 വർഷവും എനിക്കൊരു ജനലും വിൻഡോയും കൂടെ മാറ്റി വെക്കണമെന്ന് തോന്നിയിട്ടില്ല. അപ്പോൾ അത് അവിടെയായിരുന്നു നന്നായിരുന്നു. കാരണം വെച്ചാൽ അവരുമായിട്ട് ഒത്തുചേർന്ന് ഇത് ഒരു നല്ലൊരു ഡിസൈൻ എന്ന് പറയുന്നാൽ, പ്രത്യേകിച്ച് വീടുകളുടെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ അതൊരു ജോയിൻറ്റ് വെഞ്ചറാണ്. എന്നുവെച്ചാൽ ക്ലയൻറ്റിൻ്റെ ആവശ്യങ്ങൾ എക്സാക്ട്ലി നമ്മൾ മനസ്സിലാക്കി അതിനകത്ത് എന്തെങ്കിലും നമ്മൾക്ക് വലിയ മേജർ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചില ഇഷ്യൂസ് നമ്മൾ പറഞ്ഞു കൊടുക്കും. അവസാനം നമ്മളൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ട് കുട്ടികളെയും കൂടെ അല്ല ഈ ക്ലയൻസിനെയും കൂടെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ പണിയുക. അതുകൊണ്ട് ഡോക്ടർ കൃഷ്ണ ഇങ്ങനെ പറയാൻ കാരണം. സാർ, നമ്മളിപ്പം ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയും സാറിൻ്റെ ഇൻട്രസ്റ്റിനെ കുറിച്ചും എങ്ങനെയാണ് സാറ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചു. ഇപ്പം പുതുതായിട്ട് ഉണ്ടാക്കുന്ന വീഡിയോകൾ, ന്യൂജൻ ട്രെൻഡ്സ്, അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? ഡിസൈൻസിനെ പറ്റിയാണെങ്കിൽ ഇപ്പോൾ സിംപ്ലിസിറ്റിയാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത്. അതേസമയം നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ആ ഒരു സിംപ്ലിസിറ്റി എന്നുള്ള ഡിസൈൻ അതിന് ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ റിലവൻസ് ഉണ്ടാവില്ല. അപ്പം ഞാൻ പണ്ട് പഠിക്കുമ്പോൾ പറഞ്ഞിരുന്നതാണ്, എന്നുവെച്ചാൽ ഫോം ഫോളോസ് ഫങ്ഷൻ. നമ്മളിപ്പോൾ ഒരു സാധനം ഉണ്ടാക്കി, അത് ഫങ്ഷൻ എന്താണോ അതാണ് ഫോമിൽ വരേണ്ടതെന്നുള്ളത് പറയുന്നത്. ഫോം ഫോളോസ് ഫങ്ഷൻ. പക്ഷെ നമ്മൾ ഫോം ഫങ്ഷനായിട്ട് മാത്രം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു താജ്മഹൽ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അതുതന്നെ പത്മനാഭസ്വാമി ക്ഷേത്രം ഉണ്ടാവില്ല, അല്ലേ? അതുതന്നെ വലിയ വലിയ കാര്യങ്ങൾ, പാലസസ് ഉണ്ടാവില്ല. ജയ്പൂർ പാലസ് ഒന്നും ഉണ്ടാവില്ല. അത് ഇൻ്റർനാഷണലായിട്ട് സെയിൻറ്റ് പോൾസ് കത്തീഡ്രൽ ഉണ്ടാവില്ല, അല്ലേ? അങ്ങനെ എവിടെ നോക്കിയാലും നമുക്ക് യു വുഡ് നോട്ട് ഹാഡ് ആക്ച്വലി ആർക്കിടെക്ചറാണ് ഓരോ യുഗത്തിലും പറ്റി കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ അവിടുത്തെ ആ ടൈമിൽ ആർക്കിടെക്ചറിൽ പോകും. അങ്ങനെ ആ യുഗം നമുക്ക് ഈ യുഗത്തിൽ ഉണ്ടാവില്ല, ഈ മോഡേൺ ഇറ എന്ന് പറയും. അപ്പോൾ എന്ത് പറ്റും, ആർക്കിടെക്ചർ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, വേടത്തിൽ പറഞ്ഞാൽ മാച്ച് ബോക്സ് ആർക്കിടെക്ചർ എന്ന് പറയും, തീപ്പൊട്ടി. അപ്പോൾ അതിനകത്ത് കംപ്ലീറ്റ് എല്ലാം തീപ്പെട്ടിക്ക് കറക്റ്റാണ്, ഫങ്ഷനാണ്. തീപ്പെട്ടി കയറാനുള്ള സ്ഥലമുണ്ട്, തീപ്പെട്ടി ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, അതിനകത്ത് തീപ്പെട്ടിക്കൊള്ളി ഇരിക്കാനുള്ള സ്ഥലമുണ്ടൊക്കെ പറയും. പക്ഷേ അതിനൊരു ഇൻ്റർനാഷണലായിട്ട് നമുക്ക് അടുത്ത ജനറേഷനോ തന്നെ നമുക്കത് ആലോചിക്കില്ല, മനസ്സിലല്ലേ? ഇപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മുടെ ഏറ്റവും പ്രധാനം പറയുകയാണെങ്കിൽ ഓർണമെൻറ്റേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് അങ്ങ് വിട്ടുകളയും. എന്നുവെച്ചാൽ അത് വേണ്ട എന്നുള്ളതാണ്, അത് ശരിയല്ല. പക്ഷേ ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ നമ്മുടെ പാർലമെന്റ് ബിൽഡിംഗ് പുതിയതായിട്ട് അവിടെയൊക്കെ കുറച്ച് ഓർണമെന്റേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്, മനസ്സിലായി?
അതുകൊണ്ട് അത് ലാസ്റ്റ് ചെയ്യും, മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടാണ് മോഡേൺ. രണ്ടാം സംഗതി, ഇപ്പോൾ ഏറ്റവും വലിയ ഒരു ത്രെറ്റായിട്ട് വന്നിരിക്കുന്ന, പലർക്കും ത്രെറ്റാണെന്ന് പറയുന്നത് AI എന്താണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. പക്ഷേ ഞാൻ എൻ്റെ കുട്ടികൾത്തിൻ്റെ ടീച്ചർമാർക്ക് പറയും, നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ത്രെറ്റായിട്ട് കാണാതെ നമ്മൾ അതിനെ നമ്മുടെ ഫ്രണ്ടാക്കി എടുക്കും. മറ്റേ നമ്മുടെ ഡിസൈൻ ഡെവലപ്മെൻറ്റും അതിനകത്ത് എങ്ങനെയൊക്കെ ഏത് ലെവലിലൊക്കെ നമ്മൾ AI കൊണ്ടുവരാമെന്ന് വെച്ച് കൊണ്ടുവരിക, അല്ലാതെ അതിനെ ത്രെറ്റാക്കി എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് ഇറ്റ്സ് മെയിൻലി AI ബേസ്ഡ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ആണ്. സർ, നമുക്കിപ്പോൾ ഓൾറെഡി നമ്മുടെ കാശ്മീരിൽ ഇപ്പോൾ ഒരു റെയിൽവേ ക്രോസ് ആണെന്ന് അല്ലേ നമ്മുടെ ഓർ ബ്രിഡ്ജ് ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലും ആക്ച്വലി ഇപ്പം ഒരു ബ്രിഡ്ജ് വന്നിട്ടുണ്ട്, കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായത് പുതിയ നമ്മുടെ ബൈപ്പാസിന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മുടെ കൺസ്ട്രക്ഷൻ സാറിൻ്റെ എങ്ങനെയാണ് സാറിൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയാമോ? ആർക്കിടെക്ചറിൽ 3 ഭാഗമുണ്ട്. ഒന്ന് എഞ്ചിനീയറിംഗ്, ഒന്ന് വന്ന എസ്തെറ്റിക്സ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതൊക്കെ. മൂന്നാമത്തെ ഇൻറ്റീരിയേഴ്സ്. ഈ 3 ഭാഗമാണ്. ഇതിൽ എഞ്ചിനീയറിംഗ് ഭാഗത്തിനെ പറ്റിയാണ് ഇപ്പോൾ സംസാരിച്ചത്, അതിൻ്റെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്. അത് പല വിധത്തിലും, അത് നമ്മുടെ പണ്ടത്തെ കാലത്തൊക്കെയാണെങ്കിൽ ഒരൊറ്റ വിധത്തിലെ പാലം പണിയാൻ പറ്റുള്ളൂ, പണ്ടത്തെ കാലത്ത് ഒറ്റ വിധത്തിലെ റോഡ് പണിയാൻ പറ്റുള്ളൂ, ഒരൊറ്റ വിധത്തിലെ കെട്ടിടം. പക്ഷേ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് ഡെവലപ്മെൻ്റ് ആയിട്ട് സ്ട്രക്ചർ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഒരു ആർക്കിടെക്റ്റ് ഒരു സ്ട്രക്ചർ എഞ്ചിനീയർ ഇരുന്ന് ഡിസൈൻ ചെയ്യുമ്പോൾ പല പുതിയ ന്യൂനതമായിട്ടുള്ള പുതിയ ആശയങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ കാശ്മീരിലുണ്ടായിട്ട് വെച്ചു, ആ ബ്രിഡ്ജ് വന്നിട്ട് അതിൽ നിന്ന് 400-500 അടി പൊക്കത്തിലാണ് ഏറ്റവും ഗ്രൗണ്ട് കിടക്കുന്നത്. 500 അടി പൊക്കത്തിലേക്ക് നമുക്ക് താഴെ നിന്ന് തൂൺ കൊണ്ടുവരാൻ ഭയപ്പെടില്ല. അപ്പോൾ എന്താ ചെയ്തവരെ 2 മലയിലും അവർ ഡ്രില്ല് ചെയ്ത് അവിടെ നിന്നാണ് സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്, മനസ്സിലായി. അപ്പോൾ 2 മലയിൽ നിന്നും ഡ്രില്ല് ചെയ്ത് സപ്പോർട്ട് കൊടുക്കുമ്പോൾ അതൊരു മറ്റൊരു ഭാഷയാണ്. ഈ ആശയങ്ങളൊക്കെ ആവശ്യമനുസരിച്ചിട്ടാണ് ആശയങ്ങൾ വരുന്നത്, മനസ്സിലായി. ലൈക്ക് പിന്നെ എന്താ പറയുക, നെസസിറ്റി ഈസ് എ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറയുന്നത് അതുപോലെയാണ്. അപ്പോൾ ഈ ആവശ്യം, അപ്പോൾ അതിപ്പോൾ ഒരുപാട് കാര്യങ്ങളാണ്, മനസ്സിലായി. പിന്നെ ഇപ്പോഴുള്ള മെറ്റീരിയൽസ്, അപ്പോൾ അതുപോലെ തന്നെ ആർക്കിടെക്ചറിൽ തന്നെ ഇപ്പോൾ പിന്നെ എത്ര നമുക്ക് മിനിമം കോസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഇപ്പോൾ ഒരു കോളനി കൊച്ചി ചെയ്യുന്നുണ്ട്. ആ കോളനിയിൽ ഇത് പാവപ്പെട്ടവർക്കുള്ളതാണ്. അത് ആക്ച്വലി അതാണ് മേയർക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ അതിനകത്ത് എങ്ങനെയൊക്കെ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാം. അത് മാത്രമല്ല, ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലൊരു പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു പ്രതീതിയുണ്ട്, പാവപ്പെട്ടവർക്ക് വീടാണെങ്കിൽ അതിൻ്റെ ഫിനിഷൊന്നും വേണ്ട, മോശമായിട്ട് ചെയ്താൽ മതി. അത് ശരിയല്ല. ഞാൻ പണ്ട് തൊട്ടേ പറഞ്ഞുകൊണ്ടിരുന്നത് ആക്ച്വലി എത്ര പാവപ്പെട്ടവനായാലും ആക്ച്വലി അതിനകത്ത് നമ്മളൊരു വീട് വെച്ചെടുക്കുമ്പോൾ, ഇപ്പം ഞാനൊരു പാവപ്പെട്ടവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ഇതിലായി. അപ്പം അതിനകത്ത് റൂഫ് വരെ നമ്മൾ ഉപയോഗിക്കുന്ന കോസ്റ്റ്ലി റൂഫാണ്, എന്നുവെച്ചാൽ അയാൾക്ക് അക്കത്ത് ചൂട് വരരുത്, മനസ്സിലായി. എത്ര പാവപ്പെട്ടതായാലും. അപ്പം ഞാൻ ഈ ഒരു 5 കൊല്ലത്തിന് മുമ്പേ ചൈനയിൽ ദർ ഇസ് എ സിറ്റി കോൾഡ് ടിയാൻജിൻ സിറ്റി. അത് ലോകത്തെ ഏറ്റവും വലിയ സ്മാർട്ട് സിറ്റിയാണ്. അവിടെ ഇവിടുന്ന് ജോയിൻറ്റ് ഒരു ടീം പോയിരുന്നു, ദാറ്റ് ഈസ് ഇന്ത്യയിൽ നിന്നും സിംഗപ്പൂരിൽ 2 മിനിസ്റ്റേഴ്സൊക്കെ ഉണ്ട്. ഐ വാസ് ഓൺലി ആർക്കിടെക്ട് ഇൻ ദാറ്റ് ടൈം. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ചെറിയ വീടാണ്, ആപ്പാടെ ഇത്ര ഉള്ള വീട്, പക്ഷേ അവൻ്റെ വീട്ടിനകത്ത് എല്ലാം വിട്രിഫൈഡ് ടൈലാണ്, എല്ലാം ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ ലൈറ്റ്സുമൊക്കെ നല്ല ലൈറ്റ്സാണ്, ചെറിയ വീടാണ്. നമുക്കുള്ള അപ്രോച്ച് അങ്ങനെയല്ല. ആളെ പാവപ്പെട്ടതിനെ മറ്റൊരു തരംതിരിക്കലാണ്. അവർക്കൊന്നും വേണ്ട, അവർക്ക് അവനാൽ ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അവർ അപ്പോൾ അതാണ് ഇപ്പോൾ ആക്ച്വലി പണ്ട് ലക്ഷം വീട് കോളനി എന്ന് വെച്ചാൽ പണ്ട് MN ഗോവിന്ദൻ നായരുടെ ആശയം ലോകത്തിന് ചെയ്തിട്ടില്ല, 1,00,000 വീടുകൾ ഉണ്ടാക്കുക. പക്ഷെ എന്ത് പറ്റി വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞേക്കാൻ അതിനൊക്കെ മോശമായിട്ടുള്ള ഫിനിഷും അതിനെ നമ്മളെന്താ പറയുക, അതിനെ നമ്മളൊരു മോശം വീടായിട്ട് അതിനെ ടൈപ്പിഫൈ ചെയ്തു. അപ്പോൾ എന്ത് പറ്റും, ഇപ്പോൾ അവരുടെ വീട്ടിലുള്ള കുട്ടികളൊക്കെ വീട്ടിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോഴോ കോളേജിൽ പോകുമ്പോഴോ എവിടെയാണ് താമസിക്കുന്നത് അവന് നാണക്കേടാണ്, രക്ഷപ്പെടലാണെന്ന്. അങ്ങനെ ഉണ്ടാവരുത്. ബേസിക്കലി ഐ സ്ട്രോങ്ലി ബിലീവ് ഒരു വീട് വെച്ച് കൊടുക്കുമ്പോൾ ഫിനാൻഷ്യലി അല്ലെങ്കിൽ അവൻ്റെ റിക്വയർമെൻറ്റ്, അവൻ്റെ ഫിസിക്കൽ റിക്വയർമെൻറ്റ് മാത്രമല്ല, ഈ ഷുഡ് ഗോ ടു അനദർ ലെവൽ ഓഫ് സോഷ്യൽ സൊസൈറ്റി. ഷുഡ് അപ്ലിഫ്റ്റ് ഹിം സോഷ്യലി. ഇപ്പം ഞങ്ങളോടൊരു 4 പാവപ്പെട്ട വീട് വെച്ച് കൊടുത്തു, 800 സ്ക്വയർ ഫീറ്റ് എത്രയാണ്. പക്ഷെ അവിടെയൊക്കെ 28 വിട്രിഫൈഡ് ടൈലും ഒക്കെ ഇട്ട് ഒക്കെ നീറ്റാക്കി ചെയ്തിരിക്കുന്നത്. ബിക്കോസ് അവർക്ക് വേണമെങ്കിൽ ഇവരും ചെയ്ത് വളരെ ലാഭിക്കാൻ വരും.
ഞാനൊരു പ്രോജക്റ്റ് കുറച്ച് പ്രോപ്പർട്ടി ഇവിടെ എടുത്തപ്പോൾ അവർക്ക് സ്ഥലത്തിന് പൈസ കൂടാതെ അതുകൂടാതെ അവർക്കൊരു 6 സെൻറ്റ് സ്ഥലവും കൂടെ കൊടുത്തിട്ട് അവിടെ തന്നെ വീട് വെച്ച് കൊടുത്തു. അതിൻ്റെ ദറ്റ് ഇസ് ബിക്കോസ് അനദർ സോഷ്യൽ കൺസേൺ. നമ്മളിപ്പോൾ ഈ പാവപ്പെട്ടവരൊക്കെ താമസിക്കുന്ന അടുത്തായിരിക്കാം വർക്ക് ചെയ്യുന്നത്. ഒന്ന് ഞാൻ സോമിൽ ജോലി ചെയ്യണ്ടാവും, അല്ലെങ്കിൽ ഹോട്ടലിൽ വർക്ക് ചെയ്യണ്ടാവും. അവനൊക്കെ ഇവിടെ നിന്ന് ദൂരെ മാറ്റി പാർപ്പിച്ചാൽ അവർക്ക് ഒരു ജോലി ഉണ്ടാവില്ല. അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. റീസെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് തിങ്. വി ബിലീവ് ഇൻ ഓൾ ദോസ്. അപ്പോൾ ഐ സ്ട്രോങ്ലി ബിലീവ് ഇൻ നിങ്ങളുടെ എല്ലാ പോളിസീസും നമ്മുടെ അങ്ങനെ ഒരു സോഷ്യൽ തിങ്കിങ്ങിന് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഗിവിങ് മണി, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഗിവിങ് ഒരു പാർപ്പിടം, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഗിവിങ് എന്താ പറയുക ഫുഡ്. അത് മാത്രമല്ല, അതിനെല്ലാം ഒരു സോഷ്യലായിട്ട് കൊടുക്കണം. അവരെയൊക്കെ ഒരിക്കലും നമ്മളവരെ ഒരു പാവപ്പെട്ടവർ ഒരിക്കലും നമ്മളെ വളരെ താഴ്ന്ന ഒരു സിറ്റിസനായിട്ട് നമ്മൾ കണക്കാക്കുക. ദാറ്റ് ഹാസ് ബീൻ മൈ അപ്രോച്ച് ദിസ് ടൈം. സാർ ഇപ്പം ഓൾറെഡി BArch കഴിഞ്ഞു, നെക്സ്റ്റ് MArch സാർ ഇപ്പം കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നെക്സ്റ്റ് സാറിൻ്റെ ഫ്യൂച്ചർ പ്ലാനുകളൊക്കെ എന്തൊക്കെയായിരിക്കും? എൻ്റെ ഏറ്റവും വലിയ ഫ്യൂച്ചർ പ്ലാൻ അല്ല കഴിച്ച് കുറക്കാലായിട്ട് പ്ലാനാണ് ഒരു നല്ലൊരു R&D സെൻറ്റർ തുടങ്ങാവുന്നതാണ് ഇവിടെ തന്നെ. എന്നുവെച്ചാൽ ഈ നേരത്തെ സംസാരിച്ചു മെറ്റീരിയൽസിനെ പറ്റി. ഓക്കെ. അപ്പോൾ ഒരുപാട് മെറ്റീരിയൽസ് വരുന്നുണ്ട്. ആ മെറ്റീരിയൽസിനെ നമുക്കൊന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്യും, വാല്യൂഡേഷൻ ചെയ്യും. അതിനകത്ത് ഇപ്പോൾ നമ്മുടെ ലോക്കലായിട്ട് ഇപ്പോൾ കുടവാള എന്നൊക്കെ പ്രധാനം, അതിനെയൊക്കെ യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ രണ്ട് കാര്യമുണ്ട്. അപ്പോൾ കുടവാഴയ്ക്ക് ഡിമാൻഡാവും, അപ്പോൾ ഈ കെട്ടിക്കിടക്കില്ല, എല്ലാം വലിച്ചുകൊണ്ട് പോകും. രണ്ടാം സ്ഥാനത്ത് അങ്ങനെ ഒരു സാധനം വരുമ്പോൾ നാച്ചുറൽ പ്രോജക്റ്റാണ്. നേരത്തെ പറഞ്ഞില്ലേ ഗ്രീൻ ബിൽഡിംഗ്. ഗ്രീൻ ബിൽഡിങ്ങിൻ്റെ പ്രോഡക്റ്റിൽ ഏറ്റവും പ്രധാനം ഇപ്പം തന്നെ ഇത് വിട്രിഫൈഡ് ടൈലാണ്. ഈ വിട്രിഫൈഡ് ടൈലിന് അത് ഉണ്ടാക്കണമെങ്കിൽ പിന്നെ നമ്മുടെ സാധാരണ സിറാമിക് ടൈലുണ്ട്, പഴയ സിറാമിക് ടൈലിനേക്കാളും 30 times കൂടുതൽ എനർജി വേണം. ഓക്കെ. അപ്പോൾ ഒരു ഗ്രീൻ ബിൽഡിംഗ് ആണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ അങ്ങനെയുള്ള ഓരോ മെറ്റീരിയൽസ് എങ്ങനെ ഗ്രീൻ ബിൽഡിംഗ് ഉണ്ടാക്കാം, എങ്ങനെ ഗ്രീൻ ബിൽഡിങ്ങിനെ നമുക്ക് കൂടുതൽ പിന്നെ ഗ്രീൻ ബിൽഡിംഗ് കമ്പോണൻസ് ഉണ്ടാക്കാം, നേച്ചറിൽ നിന്ന് എടുക്കുന്ന മെറ്റീരിയൽസ് മനസ്സിലായി കൂടുതൽ എന്താ പറയുക എനർജി അപ്ലൈ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓഫ് എനർജി ഏറ്റവും കുറവായിരിക്കണം, അതാണ് ഗ്രീൻ മെറ്റീരിയൽ. അപ്പോൾ ഗ്രീൻ മെറ്റീരിയലിലേക്ക് പോകുന്നതിനുള്ള എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാം. ഓക്കെ സാർ. അപ്പോൾ സാറിൻ്റെ ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് അച്ചീവ്മെൻറ്റ്സും അവാർഡ്സും എല്ലാം അതിന് ഉണ്ടാവും വിചാരിക്കുന്നു. എന്തൊക്കെയായിരിക്കും സാറിന് കിട്ടിയെന്ന് പറയാമോ? ഞാൻ സ്വന്തമായിട്ട് പറയുന്ന ഇറ്റ്സ് കോൾഡ് ബ്ലോയിങ് ഓൺ സോൺ ട്രംപറ്റ്. ഓക്കെ, എന്നാലും ഞങ്ങൾക്ക് വേണ്ടി സാർ ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അറിയില്ലല്ലോ. എനിക്ക് കഴിഞ്ഞ ആഴ്ച കിട്ടിയൊരു അവാർഡാണ് എനിക്ക് ഏറ്റവും സന്തോഷമായി കിട്ടിയത്. വെച്ചാൽ ഞാൻ ഈ സെൻട്രൽ സ്കൂളിലാണ് പഠിച്ചത്. ഓക്കെ. ദാറ്റ് ഈസ് KB. ഞാൻ അവിടുത്തെ 3ാം സ്റ്റുഡൻ്റായിരുന്നു ഹൈസ്കൂളിൽ തുടങ്ങിയിട്ട്. അപ്പോൾ ആ സ്കൂളിൻ്റെ ഡയമണ്ട് ജൂബിലി സെലിബ്രേഷൻ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച. ഓക്കെ. അപ്പോൾ അന്ന് കേരള ഗവർണറായിരുന്നു ചീഫ് ഗസ്റ്റ്. അന്ന് ഞാനടക്കം 5 പേർക്ക് ഞാനും കൂട്ടി അവർക്കൊരു എന്താ പറയുക പിന്നെ ഒരു അവാർഡ് കൊടുത്തു. പിന്നെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നേടിയത് അതിന് ഞാനുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സ്വന്തം സ്കൂള് നമ്മൾ ആദരിക്കുമ്പോൾ അതൊരു വലിയ സന്തോഷമുണ്ട്. തീർച്ചയായും സർ. അതാണ് ഓരോ ദിവസം അനുസരിച്ച് വന്ന അതേ സ്കൂളിൽ തന്നെ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഞാൻ VMC മെമ്പറാണ്. ഓക്കെ. ദാറ്റ് ഈസ് വിദ്യാലയ മാനേജ്മെൻറ്റ് കമ്മിറ്റി. അത് ഗവൺമെൻറ് പിന്നെ അപ്പോയിൻറ്റ് ചെയ്തത്. അത് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യങ്ങളാണ്. അവാർഡ്സ് ഇഷ്ടം പോലെ അമേരിക്കയിൽ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇത് വന്നിട്ട് എനിക്ക് മലേഷ്യ കിട്ടിയ അവാർഡാണ് ഗ്ലാസ് ഗാനം. പിന്നെ അതുപോലെ തന്നെ എറണാകുളം അമ്പലത്തിൽ ഞാൻ അവിടെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എറണാകുളത്തെ കൂത്തമ്പലം ഞാൻ ചെയ്തു. അതുപോലെ തന്നെ കുളപ്പുര ഞാൻ ചെയ്തതാണ്, പുതിയ കുളപ്പുര. അതുപോലെ തന്നെ തെക്ക് ഭാഗത്തുള്ള എന്താ പറയുക ഗോപുരം ഞാൻ ചെയ്തതാണ്. പിന്നെ എന്താ പറയുക ആസ്ഥാന കല എന്താണ് ആസ്ഥാന വാസ്തുകല വിദഗ്ധൻ എന്ന് പറഞ്ഞ ഇത് വന്നു. അങ്ങനെ കുറേ ഇതൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഇംഗ്ലണ്ടിൽ അത് കാണുന്ന UK പാർലമെൻറ്റ് വെച്ചിട്ട് കിട്ടിയൊരു അവാർഡാണ് മൂടിക്കാണുന്നത്, ഏറ്റവും മൂടിക്കാണുന്നത് അവിടുത്തെ പാർലമെൻറ്റേറിയൻസൊക്കെയാണ്. പിന്നെ ഫ്രാൻസ് കിട്ടിയിട്ടുണ്ട്. ഇത് വന്നിട്ട് ജർമ്മനി വെച്ച് കിട്ടിയാണ് അവാർഡ്. ഈ ഒരു സ്മോക്സ് പോലെ കാണുന്നില്ലേ, അത് വെച്ചിട്ടില്ല. അവാർഡ്സ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ അത് ഇന്ദിരാഗാന്ധി അവാർഡാണ്. അത് 30-40 കിട്ടിയാണ്.
ഞാൻ കാണുന്നത്. പിന്നെ അപ്പുറത്തുള്ള IEF, മറ്റേ ജവഹർലാൽ രാജീവ് ഗാന്ധി യോജന അവാർഡ്, ഓക്കെ. ഇതൊക്കെ 35 ഇയേഴ്സ് ബാക്ക് അവാർഡ്സിൻ്റെ. പക്ഷേ എനിക്ക് സന്തോഷം തോന്നുന്നത് സ്വന്തം സ്കൂളിൽ എന്നെ റെക്കഗ്നൈസ് ചെയ്തപ്പോഴാണ് ഒരു വലിയ. അതെ, തീർച്ചയായും സർ. ഡ്രീം മീഡിയ പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ്, പുതിയ തലമുറയിലെ കുട്ടികൾക്കായിട്ട് കൊടുക്കാവുന്ന ഒരു മെസ്സേജ് പറയും. സിമ്പിൾ മെസ്സേജ് എന്നുവെച്ചാൽ ദർ ഈസ് നത്തിങ് ടു ബീറ്റ് ഹാർഡ് വർക്ക്. നമ്മൾ എന്തൊക്കെ ചെയ്താലും ശരി, ഹാർഡ് വർക്ക്. രണ്ടാമത്തെ സംഗതി, ഇപ്പോഴത്തെ ചെറുപ്പക്കാരിൽ കണ്ടുവരുന്ന ഒരു വലിയൊരു ഇതെന്താ, പൈസ പൈസ പൈസ. അതല്ല ആവശ്യം. പൈസ കുറഞ്ഞാലും പൈസ തന്നെത്താൻ വരും. ഇഫ് യു ഡു എ ഗുഡ് ജോബ്. ഇപ്പോൾ തന്നെ നമ്മുടെ ചില സ്റ്റാഫൊക്കെ 50,000 കൊടുക്കുകയാണെങ്കിൽ അവൻ 5,000 രൂപയ്ക്ക് വേറെ കോളേജിൽ പോയി ചെയ്യും. വലിയ വിഷമമാണ് ഇതൊക്കെ പണ്ടൊന്നും ഉണ്ടാവാറില്ല. കോളേജ് മാത്രമല്ല, എനിക്ക് തോന്നുന്നു എല്ലായിടത്തും അത്. ഇവർ IT ഫീൽഡിൽ എല്ലായിടത്തും ചെറിയൊരു എമൗണ്ടിന് മാറുക, ഷിഫ്റ്റ് ചെയ്യുക. ബാങ്കിൽ കാണാം, ബാങ്കിൽ നോക്കി ഇപ്പോൾ ബാങ്കിൽ എത്ര ഒരുപാട് ന്യൂ ജനറേഷൻ ബാങ്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. നമുക്കൊരു ഒരിടത്ത് തന്നെ കാര്യം പഠിക്കുക, പിന്നെ എങ്ങനെയാണ് പ്രൊഫഷൻ പഠിക്കുക, അതിനെപ്പറ്റി പഠിച്ചതിന് ശേഷം പിന്നെ പോകാം. അല്ലാതെ നമുക്ക് ഈ ചെറിയ ഇതിനകത്ത് കാര്യത്തിന് വേണ്ടി നമ്മൾ അപ്പോൾ ആ ഓർഗനൈസേഷന് ഇപ്പോൾ ജപ്പാനിലൊക്കെ ഇപ്പോൾ ആരും അവർ ചെയ്യില്ല. ജപ്പാനിൽ ദേ ലവ് ദ ഓർഗനൈസേഷൻ as much as about their this is a very important. നമ്മുടെ കുട്ടികൾ ആദ്യം പഠിക്കേണ്ട കാര്യം ഇതാണ്. സാറിൻ്റെ വിലയേറിയ സമയം നമ്മൾക്ക് വേണ്ടി ഡ്രീം മീഡിയ പ്രേക്ഷകർക്ക് വേണ്ടി ചെലവഴിച്ചതിൽ വളരെ സന്തോഷം. നന്ദി സർ. താങ്ക് യു. ഞാനും വളരെ എൻജോയ് ചെയ്തു. നമ്മുടെ ക്വസ്റ്റ്യൻസൊക്കെ വളരെ റെലവൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് പല കാര്യങ്ങളെപ്പറ്റി സ്വയം ആലോചിക്കാൻ അവസരം കൂടിയായിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.